أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ദിവസം 17 തവണ പാരായണം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത്. ഈ ഫാത്തിഹയെ സംബന്ധിച്ചുള്ള അറിവ് അത് ജീവിതത്തിൽ ഉണ്ടാവുകയും ആ ഒരു ബോധ്യത്തോടുകൂടി പ്രാർത്ഥന നിർവഹിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് വലിയ ഒരു മാറ്റം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിർബന്ധമായും പൈശാചികതയിൽ നിന്ന്, പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ തന്നെ അധ്യാപനമാണ്. അതുകൊണ്ട് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നിർബന്ധമായും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് ചൊല്ലേണ്ടതുണ്ട്. ഈ ഫാത്തിഹ സബഉൽ മസാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ 7 ആവർത്തിത വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് മനസ്സിലാക്കണമെന്നതാണ്. ഏത് നല്ല കാര്യം നമ്മൾ ആരംഭിക്കുന്ന ഘട്ടത്തിലും ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ആരാണ് അല്ലാഹു? അർ-റഹ്മാൻ അർ-റഹീം.
അള്ളാഹു പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്. ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ്. ആ അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയാണ് അള്ളാഹിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. ഇന്ന് കേരളത്തിൽ ഉടനീളം ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 10-11 ദിവസങ്ങളായിട്ട് ഒരു സഹോദരനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സമയം വരെ അത് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ പ്ലാനിംഗ് എന്താണ്, ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ, അതിശയിക്കാൻ നമുക്കൊരാൾക്കും സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് സഹോദരങ്ങളെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അവിടെ നമ്മൾ പരാജയപ്പെടുന്നു. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഏകനായ അള്ളാഹുവാണ്. അവൻ കരുണാഭാരിതിയാണ്. ഈ ലോകത്തുള്ള വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ കാരുണ്യം ചെയ്യുന്ന അള്ളാഹു. അള്ളാഹുവെ നിന്റെ നാമം കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ 100-1 മാത്രമാണ് ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. ആ കരുണയിൽപ്പെട്ടതാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് നൽകുന്ന കാരുണ്യം. 99% അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു. അത് ആർക്കാണ്? അത് വിശ്വാസികൾക്ക് എക്സ്ക്ലൂസീവായി പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ട കരുണയുണ്ട്. അത് പരലോകത്ത് മരണാനന്തരം നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മയാണ്. അപ്പോ കരുണാഭാരിതിയായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഈ കാരുണ്യവാനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല, നമുക്ക് നടക്കാൻ സാധിക്കുകയില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുകയില്ല, നമ്മൾക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാനും മനനം ചെയ്യാനും ഒന്നും സാധിക്കുകയില്ല. അപ്പൊ അത് നൽകിയിരിക്കുന്നത് അള്ളയാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എല്ലാ സ്തുതികളുടെയും ആത്യന്തികമായ അവകാശം അള്ളാഹുവിന് മാത്രമാണ്. ആരാണ് അള്ളാഹു? റബ്ബുൽ ആലമീൻ. അള്ളാഹു സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാണ്. റബ്ബായി റബ്ബി എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി പടിപടിയായി ഉയർത്തിയവൻ, വളർത്തിക്കൊണ്ടുവരുന്നവൻ. ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്ന ഘട്ടത്തിൽ 1 മാസം പ്രായമുള്ള കുട്ടിക്ക് ദഹിക്കാവുന്ന രൂപത്തിലുള്ള മുലപ്പാലാണ് കുട്ടിയുടെ ഉമ്മയുടെ സ്തനങ്ങളിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ആ 3 മാസത്തിന് അനുഗുണമായിക്കൊണ്ടുള്ള മാറ്റം ആ മുലപ്പാലിൽ അള്ളാഹു ഉണ്ടാക്കുന്നുണ്ട്. 1 വയസ്സ് പ്രായമുള്ള കുട്ടി രുചിക്കുന്ന മുലപ്പാലിന്റെ പോഷക ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ചരാചരങ്ങളെ, ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്ന, നിയന്ത്രിക്കുന്ന നിയന്താവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് അള്ളാഹു? അർ-റഹ്മാൻ റഹീം. വീണ്ടും ആവർത്തിക്കുകയാണ്, അള്ളാഹു കരുണാവാരിധിയാണ്, അള്ളാഹു പരമകാരുണ്യകനാണ്. ആരാണ് അള്ളാഹു? മാലിക് യൗമിദ്ദീൻ. അവൻ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. നമുക്ക് എന്ത് സൗകര്യങ്ങൾ ഈ ദുനിയാവിലുണ്ടെങ്കിലും അതൊക്കെ അവസാനിക്കുന്നതാണ്. നൊടിയിടെ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു ലോകത്താണ് സഹോദരങ്ങളെ ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ട ഒരു നാൾ വരാനിരിക്കുന്നു. ആ നാളിന്റെ പ്രതിഫല നാളിന്റെ പരലോകത്തിന്റെ ഉടമസ്ഥനാണ് രാജാതിരാജനായ അള്ളാഹു. ആ രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ സാഷ്ടാംഗം നമിക്കുന്നത്. അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്.
അവന്റെ മുമ്പിലാണ് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുന്നത്. അല്ലാഹുവേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായമർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, നിന്നോടാണ് ഞാൻ എന്റെ ആവലാദികൾ, സങ്കടങ്ങൾ, പരാതികൾ ബോധിപ്പിക്കുന്നത്. ഇയ്യാക നഅ്ബുദു, അവനോട് മാത്രം, അവന് ഒരു ഇടയാളന്റെ ആവശ്യമില്ല. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപവാദമുണ്ടായ ഘട്ടം നമുക്കറിയാം. ഒരു മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഗൈബ് അറിയാൻ അള്ളാഹുവിന്റെ വലിയായിട്ടുള്ള, അള്ളാഹുവോട് ഏറ്റവും അടുത്ത പ്രവാചകന് സാധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, എത്ര വലിയ അടുത്ത ആളാണെങ്കിലും, മുഖറബായിട്ടുള്ള ആളാണെങ്കിലും, അള്ളാഹുവോട് സാമീപ്യം തേടിയ വ്യക്തിയാണെങ്കിലും അയാൾക്ക് ഗൈബ് അറിയില്ല, അയാൾക്ക് അദൃശ്യം അറിയില്ല. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ നിരത്തേണ്ടത് ഏകനായ അള്ളാഹുവോട് മാത്രമാണ്. ഇയ്യാക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ ഇസ്തിആനത്ത് നടത്തുന്നു, സഹായാഭ്യർത്ഥന നടത്തുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള എല്ലാ സഹായങ്ങളും തേട്ടങ്ങളും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ, ശരിയായ റൂട്ടിൽ, ശരിയായ പാതയിൽ ഞങ്ങളെ നീ നിലനിർത്തേണമേ. 17 തവണ ഒരു ദിവസം നാം ഇത് ഉച്ചരിക്കുമ്പോൾ ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീഖാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഏതാണ് ആ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആ അല്ലാഹു തൃപ്തിപ്പെട്ട, അല്ലാഹുവെ തൃപ്തിപ്പെട്ട, അല്ലാഹു അവരെ സംബന്ധിച്ചു, അല്ലാഹുവെ സംബന്ധിച്ച് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണം. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹു വഴി തെറ്റിച്ച, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രീഭൂതരായിട്ടുള്ള ജൂത ക്രിസ്ത്യാനികളുടെ വഴിയിലല്ല. ഈ ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമ്മൾ ഫാത്തിഹയിൽ കൂടി നിർവഹിക്കുന്നത്. ഇതറിയാത്ത ഒരാളുണ്ടാവാൻ പാടില്ല. അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, യഹ്ശുറുൻ നാസ് യൗമൽ ഖിയാമ സലാസത്തു അസ്നാഫ് മുശാതൻ വസുൻഫൻ റുത്ബാനൻ വസിഫ്തൻ അലാ വുജൂഹിഹിം. قيل يا رسول الله وكيف يمشون على وجوههم؟ قال إن الذي أمشاهم على أقدامهم قادر على أن يمشيهم على وجوههم أما إنهم يتقون بوجوههم كل حدب وشوق. തുർമുദി ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു വചനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. 3 തരക്കാരായി ആളുകളെ പുനരുദ്ധാന നാളിൽ ഒരുമിച്ചു കൂട്ടി. മരണം നടന്നു, വിചാരണയ്ക്ക് വേണ്ടി പരലോകത്ത് 3 തരക്കാരായിട്ടാണ് ആളുകളെ പുനരുദ്ധാന നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. കാൽനടക്കാരതിലുണ്ട്, കാൽനടക്കാരായിട്ട് വരുന്നവരുണ്ട്, വാഹനത്തിൽ യാത്ര ചെയ്തു വരുന്നവരുണ്ട്, വാഹനത്തിൽ യാത്ര ചെയ്ത് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വരുന്നവരുണ്ട്, മുഖത്തിൽ വരുന്നവർ, മുഖം നിലത്ത് കുത്തിക്കൊണ്ട് വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആരോ ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിന്റെ ദൂതരെ, എങ്ങനെയാണവർ മുഖത്തിന്മേൽ നടന്നു വരിക? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരെ കാലിൽ നടത്തിയവന് മുഖത്തിന്മേൽ നടത്താനുള്ള കഴിവുണ്ട്. ഇപ്പൊ നമ്മൾ കാലിന്മേലാണ്, 2 കാലിൽ നമ്മൾ നടക്കുമ്പോ ഇതാര് സംവിധാനിച്ചതാണ്? ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മെ നടത്തിപ്പിച്ച അല്ലാഹു കാലിലാണ് നടത്തിപ്പിച്ചതെങ്കിൽ ഈ മനുഷ്യനെ മുഖത്തിന്മേൽ നടത്തിപ്പിക്കാൻ അല്ലാഹുവിന് ഒരു പ്രയാസവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധിപ്പിക്കുകയാണ്. മുഖം കൊണ്ട് തന്നെ കുന്നിൻ പ്രദേശങ്ങളും മുൾ പ്രദേശങ്ങളെയും അവൻ തരണം ചെയ്യുന്നതാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അവന്റെ
ശരീരത്തിന്റെ ഭാഗമാണ് മുഖം എന്ന് പറയുന്നത്. അപ്പോൾ നിന്ദ്യതയുടെ ഭാഗമായിട്ടാണ് പരലോകത്ത് മകനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അള്ളാഹു മുഖം കുത്തിക്കൊണ്ട് നടത്തിപ്പിക്കുന്നത്. ഈ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം സഹോദരങ്ങളെ. ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? കുറച്ചു ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. 40-40 വയസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം അറിയോ? 40 വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരനോട് ഞാൻ ചോദിച്ച ചോദ്യമാണ്. അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഈ ഫാത്തിഹയുടെ അർത്ഥം എന്ത് എന്ന്. കാരണം പുരോഹിതവർഗം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്താൻ തയ്യാറല്ല. സാധാരണക്കാരെ അവര് അത് പഠിപ്പിക്കുന്നില്ല, പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ഖുത്ബ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനനം ചെയ്യുക, പഠിപ്പിക്കുക, വിശദീകരണം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലേ? ഞാൻ നേരത്തെ സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചൊല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചൊല്ലണം എന്ന് പറയുമ്പോൾ എന്താ തെളിവ്? ഫഇദാ ഖറഅതൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വിശുദ്ധ ഖുർആനിലെ തന്നെ ആയത്തിലുള്ള ഒരു പരാമർശമാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടണം. ഖുർആൻ തന്നെയാണ് പറയുന്നത്, അല്ലേ? പിന്നെ നമ്മളൊക്കെ സാധാരണ അവിടെ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ചൊല്ലുന്ന ഘട്ടത്തിൽ ബിസ്മി പതുക്കെ ചൊല്ലാറുണ്ട്. എന്താണ് അതിന് തെളിവ്? സ്വല്ലൈതു ഖൽഫ റസൂലുള്ളാഹി വഅബീ ബക്കർ വഉമർ വഉസ്മാൻ ഫലം യജ്ഹറു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതായത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ, ഇവരൊക്കെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഫാത്തിഹയിലെ ആയത്ത് ഉറക്കെ ഓതുന്നത് കേട്ടിട്ടില്ല. അപ്പൊ പതുക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അത് ചൊല്ലിയത്. അതുകൊണ്ടാണ് നമ്മൾ ഫാത്തിഹ ചൊല്ലുന്ന ഘട്ടത്തിൽ ബിസ്മില്ലാ എന്നുള്ളത് പതുക്കെ ചൊല്ലുന്നത്. എന്നാൽ ഫാത്തിഹ ചൊല്ലാത്ത ആൾക്ക് നിസ്കാരമില്ലാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ്, അല്ലേ? അടിയാധാരാണ്, ഉമ്മുൽ കിതാബ്. ഖുർആനിന്റെ മാതാവ്, കൻസുൽ ഖുർആൻ, ഖുർആനിന്റെ നിധി, അസാസുൽ ഖുർആൻ, ഖുർആനിന്റെ അടിത്തറ, ഇങ്ങനെ പല പേരുകളിൽ വിശദീകരിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ഒരാൾക്ക് നിസ്കാരമില്ലാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഫാത്തിഹ ഇമാം ഓതുന്ന ഘട്ടത്തിൽ ഇമാമിനോടൊപ്പം പതുക്കെ ഫാത്തിഹ ചൊല്ലുക മഅ്മൂമിങ്ങളുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും കൊണ്ടുവരികയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. ഖുത്ബ എന്ന് പറയുന്നത് ഓർമ്മപ്പെടുത്തലാണ്, ഒരാഴ്ചയിലുള്ള ഓർമ്മപ്പെടുത്തലാണ് ഖുത്ബ. ഈ ഖുത്ബ അതിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ നമ്മൾ ഉണ്ടെങ്കിലേ അത് രേഖപ്പെടുത്തുള്ളൂ. ചില ആളുകളെങ്കിലും ലേറ്റായിട്ട് വരും, നമ്മൾ സ്ഥിരമായിട്ട് കാണുക. ഒരു പണിയുണ്ടാവില്ല, വെറുതെ ഇട വാങ്ങി നോക്കി ഉത്തിരിക്കും. എന്നാലും പള്ളിക്ക് വരാന് ശൈത്താൻ സമ്മതിക്കുക. ബാങ്ക് കൊടുക്കട്ടെ, ബാങ്ക് കൊടുത്തിട്ട് പോയാൽ മതി. എത്ര നേരത്തെ പോണ്, അല്ലേ? ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ ഇരിക്കായിരിക്കും. സഹോദരങ്ങളെ, ഈ ജുമുഅ ദിവസം അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അള്ളാഹു പവിത്രത നൽകിയിട്ടുള്ള മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, മണിക്കൂറുകളുണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്.
ഇമാമ് ഖതീബായ വ്യക്തി മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലേ ജുമയുടെ കൂലി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മൻ അഹഖുൻ നാസ് ബിഹുസ്നി സഹാബത്തി. ഒരാൾ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്റെ സഹവാസം ഞാൻ ഏറ്റവും കൂടുതൽ നന്നാക്കേണ്ട ബാധ്യത ആരോടാണ്? എന്റെ സുഹബത്ത്, എന്റെ സാമീപ്യം ഏറ്റവും നന്നായി ഞാൻ ആരോടാണ് പെരുമാറേണ്ടത്, സഹവാസം നന്നാക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന് ഒരു വ്യക്തി ചോദിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഉമ്മുക്, നിന്റെ ഉമ്മയോടാണ് നീ സാമീപ്യം സഹവാസം നന്നാക്കേണ്ടത്. ഖാല സുമ്മ മൻ, പ്രവാചകരെ പിന്നീട് ആരോടാണ്? വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഉമ്മുക്. വീണ്ടും ആ സഹോദരൻ ചോദിച്ചു, സുമ്മ മൻ, ആരോടാണ്? ഖാല ഉമ്മുക്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ ഉമ്മയോട്. ഖാല, വീണ്ടും ചോദിച്ചു, സുമ്മ മൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂക്, നിന്റെ ഉപ്പ. എന്താണ് ഈ ഹദീസിൽ നിന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്? ഉമ്മ ആരാണ്, മാതൃത്വം എന്ത് എന്ന് ശരിക്കും പഠിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും കല്യാണമൊക്കെ കഴിഞ്ഞാൽ, ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ ഉമ്മയുടെ വാല്യൂ, ഉമ്മയുടെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു. ഉമ്മക്ക് വേണ്ടത്ര ഒരു ഗൗരവം നമ്മൾ കാണാതെ പോകുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. വഹനൻ അല വഹൻ, ക്ലേശങ്ങൾക്ക് മുകളിൽ ക്ലേശം സഹിച്ചുകൊണ്ടാണ് ഉമ്മ നമ്മെ പോറ്റി വളർത്തിയത്. അവര് ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ഗർഭധാരണം നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഉമ്മ സഹിച്ച ത്യാഗത്തിന് അറ്റമില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, തവാഫ് ഇങ്ങനെ ചെയ്യാണ്, ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ഇത് നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഉമ്മനെ തോളിലേറ്റിക്കൊണ്ട് ഒരു സഹാബി തവാഫ് നിർവഹിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മയോട് ഞാൻ ചെയ്യുന്ന ഈ കർമ്മം അവരെനിക്ക് ചെയ്തതിന് പ്രത്യുപകാരമാവുമോ അല്ലെങ്കിൽ പകരാവോ? ഒരിക്കലുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. അത്ര വലിയ ബാധ്യത ഉമ്മയോട് നമുക്കുണ്ട്. പ്രത്യേകിച്ച് പ്രായം ചെല്ലുന്ന ഘട്ടത്തിൽ മാതാപിതാക്കളോട് സുഹബത്ത് നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. പലപ്പോഴും അവരോട് മുഖം കറുപ്പിക്കുന്ന, പരുഷമായി പെരുമാറുന്ന വിദ്യാസമ്പന്നരായ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരോട് സഹവാസം നമ്മൾ നന്നാക്കണം. അത് റസൂലിന്റെ കൽപ്പനയാണ്. ഇനി റസൂല് കൽപ്പിക്കുകയാണ്, ഖാല നബി അബറുൽ ബിർറ്, പുണ്യം. വലിയ പുണ്യം ഏതാന്ന് ചോദിക്കുമ്പോ അൻ യസില റജുൽ വുദ്ദ അബിഹി. അപ്പൊ വാപ്പനാദരിക്കണം, വാപ്പനെ റെസ്പെക്ട് ചെയ്യണം. അത് നാലാമതായിരുന്നു. ഈ വാപ്പനെ മാത്രം റെസ്പെക്ട് ചെയ്താൽ പോരാ, വാപ്പയുടെ സുഹൃത്തിനെ പോലും ആദരിക്കേണ്ടതുണ്ട്. അത്രമാത്രം വലിയ ബാധ്യത ഉണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ രംഗങ്ങളിലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്ത് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഉ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക രംഗത്തുള്ള മാന്ദ്യമാണ്. കച്ചവടക്കാർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കച്ചവടമില്ല. ഹോൾസെയിൽ ഡീലേഴ്സ് പോലും പ്രയാസത്തിലാണ്. കാരണം ഓൺലൈൻ ബിസിനസ് പൊടിപൊടിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഭീമന്മാർ രാജ്യത്തിന്റെ സമ്പത്ത് ഊറ്റിക്കുടിക്കുന്നു. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യവഹാരങ്ങൾ നന്നാവാനും നിങ്ങളുടെ ഉപജീവനം വിശാലമാവാനുമുള്ള ഒറ്റമൂലിയായി പഠിപ്പിക്കാൻ, നിങ്ങളുടെ ജീവിതം ഉപജീവനം വിശാലമാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖി,
അയാളുടെ റിസ്ക്, അയാളുടെ ഭക്ഷണം, ഉപജീവനം വിശാലമാവണം, നല്ല രൂപത്തിൽ മര്യാദക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേര് നല്ല രൂപത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിലു റഹിമഹു, കുടുംബബന്ധം ചേർത്തട്ടെ. കുടുംബബന്ധം മുറിക്കുന്നവൻ നമ്മിൽപ്പെട്ടവരല്ല. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത. രണ്ട്, കുടുംബബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത. സഹോദരങ്ങളെ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഏറ്റവും നല്ല വ്യക്തികളും മുത്തഖികളുമായി മാറുകയുള്ളൂ. സൂക്ഷ്മത പുലർത്തുന്നതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, അറിവ് സമ്പാദന നമ്മുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണ്? ഒരിക്കലുമല്ല. അതുകൊണ്ട് അറിവ് സമാഹരിക്കുന്ന ഏത് അവസരങ്ങളും പാഴാക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, പോരായ്മകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് توفنا مسلما وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين.